വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്നപ്പോഴേ ഒന്ന് വിമാനം കണ്ടു കളയാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കാം താണ്ട. അപ്പോൾ കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴെന്താ അന്യായ ബ്ലോക്ക്. ലോകത്തുള്ള ആൾക്കാർ മൊത്തം വിമാനം കാണാൻ വന്നേക്കാണ്ട, റോഡ് മൊത്തം ബ്ലോക്ക് ഉണ്ട്. അവിടെ വന്നപ്പോൾ തന്നെ ഒരെണ്ണം പറന്ന് പോയി മുകളിലേക്ക്. പിന്നെ ഞങ്ങളിത് ഈ സൈഡിൽ കൂടെ വന്നപ്പോൾ മൊത്തം വണ്ടികളാണ്. സൈഡിലൊക്കെ വണ്ടികൾ നിർത്തിയിട്ടേക്കാണ്. ഈ ആൾക്കാർക്ക് വീട്ടിൽ ഒരു പണിയില്ലാന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേക്കും ഇത് കേഫിൻ്റെ അടുത്തെത്തിയിട്ട് ഈ കേഫിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കാനായിട്ടുള്ള ഒരു സ്പേസ് നോക്കിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ പുറകിൽ കാറുണ്ടല്ലോ, അപ്പോൾ കാർ ഒതുക്കാനായിട്ട് സ്ഥലം വേണം. കാറിലാണ് ഉമ്മച്ചിയും പിള്ളേരൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടൂ വീലറിനും അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ വേറൊരു ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കേഫിൻ്റെ അകത്താണെങ്കിൽ നല്ല തിരക്കാണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് മതിലിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ മതിലിൻ്റെ മുകളിലൊക്കെ നിറയെ ആളുകളുണ്ട്. ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറുന്ന പ്ലെയിൻ കാണാൻ നല്ല രസമാണ് കേട്ടോ. കാരണം അത്രയും നല്ലൊരു വ്യൂ ആണ് അതിൻ്റെ മുകളിൽ. അങ്ങനെ കേഫിൻ്റെ മുകളിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഉമ്മച്ചി മുകളിലേക്ക് കയറണില്ല, കാലുവേദനയാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പൊക്കോന്നൊക്കെ കാര്യം പറഞ്ഞെങ്കിലും ഞങ്ങൾ ഉമ്മച്ചിനെയും പയ്യെ മുകളിലേക്ക് കയറ്റി കേട്ടോ. അങ്ങനെ നമുക്ക് സൈഡിൽ തന്നെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടാ. അപ്പോഴേക്കും ഒരു പ്ലെയിൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറൊരെണ്ണം മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി വൈബിളൊരു സ്ഥലമാണെന്ന് പറയാം കേട്ടോ. ഞാൻ ഇവിടെ മഴയായിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മഴയ്ക്ക് മുന്നേ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതേ ഫുഡ് വന്നിട്ടുണ്ട്, ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊരു പ്ലെയിൻ പോകില്ല, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കണേന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മുടെ ഓർഡർ ചെയ്ത ഷെയ്ക്ക് വന്നെന്നുള്ളതാണ് കേട്ടോ. എനിക്ക് കാര്യം ഓറിയോ ഷേക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കളയാന്ന് വിചാരിച്ചാൽ ഞാൻ തന്നെയാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. ഓരോന്ന് ഓർഡർ ചെയ്ത് ഒരുപാട് ഐറ്റംസ് തന്നെയായെന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നത് അറിയാണ്ട് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബില്ല് കാണുമ്പോഴാണ് കണ്ണ് തള്ളാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ താഴത്തോട്ടേക്ക് ഇറങ്ങാണ്ട. ഉമ്മച്ചിക്ക് മുകളിലേക്ക് കയറുന്ന പോലെ തന്നെ ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ പയ്യാണ് ഇറങ്ങണത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ പോവാണ്ട. ഒരുപാട് രാത്രിയായിട്ടുണ്ട് കേട്ടോ സമയം പറയുകയാണെങ്കിൽ. എന്നൊരു കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റോഡിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും അതിലുമ്പോൾ കയറി ഒന്നും കൂടി ഒരു പ്ലെയിൻ വന്നതുകൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എത്ര കണ്ടാലും മതിയാവൂലല്ലോ, എന്താ ചെയ്യുക.